നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരൊറ്റ തീരുമാനത്തോടെ ഇതാ രാജ്യത്തെ ഏതൊരു സംസ്ഥാനവും പോലെ ആയിരിക്കുന്നു കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപും. എന്താണ് കാരണം? ലക്ഷദ്വീപിൽ ഇനി ഒരു വിവേചനവും ഉണ്ടാകില്ല. ആരെയും പ്രീതിപ്പെടുത്താൻ മോദി സർക്കാർ തയ്യാറുമില്ല. കാരണം ഇതാണ്, ലക്ഷദ്വീപിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന മദ്യനിരോധന നിയമം കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച അങ്ങ് എടുത്തു കളഞ്ഞു. പകരം മദ്യവ്യാപാരത്തിന് ലൈസൻസ് അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ എക്സൈസ് ചട്ടങ്ങൾ കേന്ദ്രം മറ്റേത് സംസ്ഥാനത്തെയും പോലെ പ്രാബല്യത്തിൽ വരുത്തി. ഇതോടെ ലക്ഷദ്വീപിൻ്റെ വരുമാനം കുതിച്ചുയരുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ തന്നെ വലിയ തോതിൽ വർധനവുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ മാലദ്വീപൊക്കെ വിട്ട് ലക്ഷദ്വീപിലേക്ക് എത്താൻ സഞ്ചാരികളുടെ ആഹ്വാനം ചെയ്തത് ദ്വീപിന് കാര്യമായ സ്വീകാര്യതയായിരുന്നു. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇനി രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തുമുള്ളതുപോലുള്ള ഉല്ലസിക്കാനുള്ള സംവിധാനങ്ങൾ ലഭിക്കും. അതും എല്ലാ നിയമപരമായ പരിരക്ഷയുടെ നിയമമനുസരിച്ച് മാത്രം. ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ മൂല്യങ്ങളെ മുൻനിർത്തിയായിരുന്നു പണ്ട് കോൺഗ്രസ് സർക്കാർ ലക്ഷദ്വീപിൽ ഇത്രയും കാലം മദ്യത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം നയപരമായ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലക്ഷദ്വീപിന് രക്ഷപ്പെടണമെങ്കിൽ സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തണം. അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം. അടുത്തിടെ ദ്വീപിലേക്ക് സ്പോൺസർമാരില്ലാതെ പോകാനുള്ള സംവിധാനവും ആരംഭിച്ചിരുന്നു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിലവിൽ വന്നതോടെ കഴിഞ്ഞ 47 വർഷമായി ദ്വീപുകളിൽ മദ്യനിരോധനത്തിന് നിയമപരമായ അടിത്തറയിലിരുന്ന ലക്ഷദ്വീപ് പ്രൊഹിബിഷൻ റെഗുലേഷൻ 1979 ആക്ട് റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞു. പുതിയ ചട്ടപ്രകാരം ദ്വീപിലേക്ക് മദ്യത്തിൻ്റെ ഉൽപ്പാദനം, ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം, വാങ്ങൽ, വിൽപ്പന ഇവയ്ക്കായി ലൈസൻസുകളും പെർമിറ്റുകളും നൽകാൻ ഭരണകൂടത്തിന് വിപുലമായ അധികാരം ലഭിക്കും. ഇതോടെ 1-2 കോടിയല്ല വരുമാനമായി ലഭിക്കുക. കൂടാതെ ഈ കേന്ദ്രഭരണ പ്രദേശത്ത് മദ്യം ഇറക്കുമതി ചെയ്യുന്നതിനും റീറ്റെയിൽ വിപണനം നടത്തുന്നതിനുമായി സർക്കാർ ഉടമസ്ഥയിലുള്ള ബിവറേജ് അടക്കം കോർപ്പറേഷനുകൾക്കും ഏജൻസികൾക്കും ലൈസൻസ് നേടാനും പുതിയ നിയമം അനുമതി നൽകുന്നുണ്ട്. ഒന്ന് ഓർക്കേണ്ടത്, ഈ ബിവറേജ് കോർപ്പറേഷൻ്റെയൊക്കെ ഔട്ട്ലെറ്റ് വരുമ്പോൾ അവിടെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് ഓർക്കണം. ഇതിനെ എതിർക്കുന്ന ചില പ്രത്യേക മതവിഭാഗങ്ങളടക്കം ആലോചിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലേക്കാകും സർക്കാർ ജോലി വരിക. എന്തായാലും ഫീസ്, എക്സൈസ് ഡ്യൂട്ടി, പുതിയ ചാർജുകൾ എന്നിവയ്ക്കെല്ലാം പുതിയ ചട്ടപ്രകാരം എക്സൈസ് വകുപ്പിന് അതിൻ്റെ എല്ലാ മേൽനോട്ടവും ഉണ്ടാകും. ലക്ഷദ്വീപിൽ സമീപകാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണപരമായ ചില മാറ്റങ്ങളിൽ ദ്വീപവാസികൾക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയാണ് ഇപ്പോൾ ഈ വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ദൂരീകരിച്ചിരിക്കുന്നത്. 2020 ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഖോദ പട്ടേൽ ചുമതലയേറ്റത്. അന്നു മുതൽ ദ്വീപിൻ്റെ സവിശേഷമായ സംസ്കാരം, പാരമ്പര്യം, സ്വയംഭരണാവകാശം ഇവയ്ക്കെല്ലാം പരിരക്ഷ നൽകിക്കൊണ്ടും ഇതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ടുമൊക്കെയാണ് അദ്ദേഹം കടുത്ത നിലപാടുകൾ ചില ദ്വീപിനെ രക്ഷിച്ചെടുക്കാനുള്ള ഈ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക അവസ്ഥയിലേക്ക്, സാമ്പത്തിക വളർച്ചയിലേക്ക് ലക്ഷദ്വീപുകളെയും കൊണ്ടെത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ലക്ഷദ്വീപിൽ മൊത്തത്തിൽ പുതിയ നീക്കങ്ങൾ, നടപടികൾ, വിനോദസഞ്ചാരത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ, പുതിയ തീരുമാനങ്ങൾ ഒക്കെ അഡ്മിനിസ്ട്രേറ്റർ അടക്കം കൈക്കൊണ്ടിരുന്നത്. എന്തായാലും ഇനി നമ്മുടെ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ലക്ഷദ്വീപും അവിടെ മദ്യവ്യാപാരത്തിനടക്കം, മദ്യ ഉൽപ്പാദനത്തിനടക്കം, നമ്മുടെ സർക്കാർ ഏജൻസികളുടെ ഔട്ട്ലെറ്റ് അടക്കം ലക്ഷദ്വീപിൽ ഇനി സർവ്വസാധാരണമാകും. അതോടെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ലഭിക്കുക നിരവധി പേർക്ക് തൊഴിലാകും. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ലക്ഷദ്വീപിൽ രാജ്യത്തെ മറ്റേത് സംസ്ഥാനങ്ങളിലും ശ്രീനഗർ, കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഉള്ള ഏത് സംസ്ഥാനത്തും രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം മദ്യ ഉൽപ്പാദനവും വ്യാപാരവും വിതരണവും ഒക്കെ നടത്താമെങ്കിൽ ലക്ഷദ്വീപിൽ എന്തുകൊണ്ടതിന് നിരോധനം? എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെയാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ മദ്യ വിതരണത്തിലുള്ള ലൈസൻസുകൾ നൽകാനുള്ള വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധമുയർത്തുന്ന ഒരു വിഭാഗം ദ്വീപ് നിവാസികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലേക്കടക്കം സർക്കാർ ജോലികൾ കടന്നു വരികയാണ്. കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ സർക്കാരിൻ്റെ മദ്യവിൽപ്പന, സർക്കാരിൻ്റെ വക മദ്യ കച്ചവടം ഒക്കെ സർക്കാരിൻ്റെ ചുമതലയിലാകുമ്പോൾ അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നവരാണ് കേരളത്തിലെ ബിവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡുമൊക്കെ. അതിൻ്റെ മാതൃകയിൽ തന്നെയാകും ലക്ഷദ്വീപിൽ വരിക. അല്ലെങ്കിൽ കേരളത്തിലെ ബിവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡിനും ലക്ഷദ്വീപിലും അതേമാതിരിയുള്ള ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള അനുമതിയാകും പ്രാരംഭഘട്ടത്തിൽ നൽകുകയെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ
നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഒക്കെ മദ്യവിതരണത്തിലെ വരുമാനം വീണ്ടും ഉയരുമെന്നതിൽ ഒരു സംശയവുമില്ല.